തിരുവനന്തപുരത്ത് LDFിൽ പൊട്ടിത്തെറി. കടകംപള്ളിക്കെതിരെ ഡീൽ ആരോപണം. CPMനാണെങ്കിൽ അതിനേക്കാൾ വലിയ കൂട്ടയടി. സീറ്റ് നൽകാത്തതിന്റെ കാരണം പറഞ്ഞ് PP ദിവ്യ മാധ്യമങ്ങളെയും വെറുതെ വിട്ടിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി LDFിൽ പൊട്ടിത്തെറി. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ BJP ഡീൽ ആരോപണം ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ രംഗത്തെത്തി. സീറ്റ് റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വിറ്റെന്ന് ആരോപിച്ച് വാഴോട്ടുകുണത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിക്കും. പാങ്ങോട് വാർഡിൽ CPI നിർത്തിയ സ്ഥാനാർത്ഥിക്ക് RSS ബന്ധമെന്നും ആരോപണം. ഒരേ വാർഡിൽ RJDയും JDSും സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ ഘടകകക്ഷികളിലും തർക്കം രൂക്ഷമായി. തലസ്ഥാനത്ത് തുടർഭരണം ലക്ഷ്യമിടുന്ന CPMൽ പതിവില്ലാത്ത വിധം പൊട്ടിത്തെറിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ BJPയുമായി ഡീൽ ഉറപ്പിച്ചെന്ന ഗുരുതര ആരോപണം ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഉന്നയിച്ചു. സീറ്റ് കിട്ടാതിരുന്ന കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ആനി അശോകൻ ചെമ്പഴന്തി വാർഡിൽ വിമതയായി മത്സരിച്ചേക്കും. CPM തുടർച്ചയായി ജയിക്കുന്ന വാഴോട്ടുകുണത്ത് ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KV മോഹനൻ വിമതനായി. നിലവിലെ സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ പശ്ചാത്തലമെന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത് CPMലെ പ്രശ്നമെങ്കിൽ പാങ്ങോട് വാർഡിലെ CPI സ്ഥാനാർത്ഥി A അഭിജിത്തിനെതിരെ RSS ബന്ധം ആരോപിച്ച് CPM എതിർപ്പുയർത്തി. കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ കൂടി RSS പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോയും പുറത്തുവിട്ടു. വെങ്ങാനൂർ സീറ്റിനായി 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും പരസ്പരം രാത്രിയുടെ മറവിൽ പ്രചാരണ ബോർഡുകൾ തകർത്തും RJDയും JDSും ഏറ്റുമുട്ടൽ തുടങ്ങിയതോടെ മുന്നണിയാകെ പ്രശ്നമായി. ഈ തർക്കം കാരണം 8 ഇനിയും സ്ഥാനാർത്ഥിയായിട്ടില്ല. CPMന് പുറമെ BDJസുമായുള്ള തർക്കം കാരണം BJPക്ക് 34 വാർഡിലും ലീഗുമായുള്ള തർക്കം മൂലം 5 UDF സ്ഥാനാർത്ഥി നിർണയവും നീണ്ടുപോവുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂട്ടപ്പൊരിച്ചു. മുൻ പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ ഒഴിവാക്കിയായിരുന്നു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ദിവ്യ മത്സരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിൽ VV പവിത്രനാണ് പുതിയ സ്ഥാനാർത്ഥി. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിൽ വിശദീകരണവുമായി PP ദിവ്യ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. CPM തനിക്ക് വലിയ പരിഗണന നൽകിയെന്നും അത്രത്തോളം പരിഗണന ജില്ലാ പഞ്ചായത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലെന്നും PP ദിവ്യ എഴുതി. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു വ്യക്തി 3 തവണ മത്സരിക്കുന്നത് തന്നെ അപൂർവമാണെന്ന്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി വൈസ് പ്രസിഡന്റ് ചുമതല വഹിച്ചു. 15 വർഷം പൂർത്തിയാക്കിയെന്നാണ് PP ദിവ്യ എഴുതിയത്. ഇതൊക്കെ മറച്ചുവെച്ച് വാർത്താ ദാരിദ്ര്യം കാണിക്കാൻ ഓരോ വാർത്തയുമായി വന്നുകൊള്ളും എന്നാണ് ദിവ്യയുടെ വിമർശനം. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയാണ് PP ദിവ്യ. ഈ കേസിലെ മറ്റൊരു വിവാദത്തിന് പിന്നാലെയാണ് ദിവ്യയെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. ദിവ്യ മത്സരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിൽ VP പവിത്രനാണ് CPM സ്ഥാനാർത്ഥി. 16 ഡിവിഷനുകളിലാണ് CPM മത്സരിക്കുന്നത്. നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഒഴികെ എല്ലാവരും പുതുമുഖങ്ങളാണ്. SFI സംസ്ഥാന മുൻ പ്രസിഡന്റ് K അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്നും മത്സരിക്കും.